ഏകദേശം 3 പതിറ്റാണ്ടിലേറെയായി അസർബൈജാനും അർമേനിയയും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷം അവസാനിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിൻയാനും അസർബൈജാൻ പ്രധാനമന്ത്രി ഇൽഹാം അലിയേവും തമ്മിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ വൈറ്റ് ഹൗസിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവെച്ചതാണ് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചത്. ലോക സമാധാനത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഈ നീക്കത്തെ ഫ്രാൻസിസ് പാപ്പ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. ദീർഘകാല ഈ യുദ്ധം 10,000 കണക്കിന് ആളുകളുടെ ജീവനെടുക്കുകയും ഒരുപാട് പേരുടെ പലായനത്തിലേക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. അർമേനിയയെയും അസർബൈജാനെയും സംബന്ധിച്ചിടത്തോളം ഈ സമാധാന കരാർ ഒരു പുതിയ യുഗപ്പിറവിയാണ്. 1915നും 1923നും ഇടയിൽ ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം അർമേനിയൻകാർക്കെതിരെ നടത്തിയ വംശഹത്യയിൽ 15 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. സമാനമായ ഈ സാഹചര്യം അസർബൈജാൻ നടത്തിയ ആക്രമണങ്ങളിലും അർമേനിയക്കാർക്ക് നേരിടേണ്ടി വന്നു.